ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രുചി അറിയാൻ ഞാൻ കണ്ണൂർ പോകേണ്ടി വന്നിട്ടാ. അപ്പോൾ ഒരു 2 വലിയ ക്യാരറ്റ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പപ്പായയാണ്. അപ്പോൾ ആ ക്യാരറ്റിൻ്റെ അത്ര അളവിൽ തന്നെ ഞാൻ പപ്പായ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വെന്ത് ഒന്ന് ചൂടാറി വരണം. അങ്ങനെ പപ്പായൊക്കെ കഷ്ണങ്ങളാക്കിയത് ഞാനൊരു ജാറേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4 അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കഷ്ണങ്ങൾ ഒക്കെ ജാറേക്ക് ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കട്ടാ. അപ്പോൾ ഈ ഡ്രിങ്ക് ഒരിക്കൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് കുടിക്കും കേട്ടോ. ഏറെക്കുറെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ ഈ പേരും. അപ്പോൾ ഈ ക്യാരറ്റ് വേവിച്ചതിൽ 2 സ്പൂൺ വെള്ളമുള്ളതും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആ വെള്ളം കളയണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടേസ്റ്റാണ് കേട്ടോ. ഇത് കുടിച്ചാൽ വീണ്ടും നമ്മൾ വാങ്ങി ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അപ്പോൾ ആ ഒരൊറ്റ ട്രിപ്പിൽ അതൊക്കെ അടിച്ച് എടുത്തതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ പകുതി പാല്, ഒരു പാക്കറ്റിൻ്റെ പകുതി പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് കുറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ബാക്കിയുള്ള പാലും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു കയ്യിൽ ഐസ്ക്രീം ഉണ്ട് ചിങ്ങ 1 സ്പൂണ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചതും ഇപ്പം നമ്മൾ ഒഴിച്ചതും രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരൊറ്റ അടിയിൽ ഇത് 4 ആൾക്കുള്ളതാണല്ലോ, പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തത്. അപ്പോൾ 2 ഗ്ലാസ്സിനൊക്കെ ഒരു ക്യാരറ്റും അത്ര പോരം പപ്പായും മതി കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു തിരക്ക് ആ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ 1.5 തിരക്കാട്ടാ. അപ്പോൾ ഒരു അനാറ് ഞാൻ ഒക്കെ ഇതൊക്കെ വേറെടുത്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കാഷ്യൂ ഉണ്ടല്ലോ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയും കാണുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒന്നും ഞാൻ പരീക്ഷിക്കാൻ പോകലില്ല, ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല തണുത്ത പാല് വേണം കേട്ടോ. കട്ടിപ്പാലാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും നല്ലതാണ്. നല്ല തണുപ്പുള്ള പാലാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാനൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി കാഷ്യൂ ഇട്ട് കൊടുക്കുക. നമ്മളെ അനാറിൻ്റെ മണികളും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.